ഗൈസ്, അപ്പോൾ നമ്മുടെ വോൾസ്വാഗൻ പോളോയുടെ എയർ ഫിൽറ്റർ എങ്ങനെ നമുക്ക് അഴിക്കാം, അതെങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വർക്കൊന്നുമില്ല, വണ്ടിയിൽ തന്നെ നമുക്ക് കയറി കളിക്കാൻ വിചാരിച്ചു. നമുക്കിപ്പോൾ വോൾസ്വാഗൻ പോളോ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ്. അപ്പോൾ ഇതിൽ കാണുന്ന സ്ക്രൂസൊക്കെ അയക്കാനുണ്ട്. അപ്പോൾ അതിന് സ്റ്റാറാണ് നമ്മൾ വേണ്ടത്. സ്റ്റാറിൻ്റെ സ്കൂട്ടർ ഇവിടെ 3 സ്ക്രൂസ് അയക്കണം. സോറി ഗൈസ്, 4 സ്ക്രൂസ് ഉണ്ട്. നമ്മൾ 4 സ്ക്രൂ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 സ്ക്രൂ ഉണ്ട്. ഒരു സ്ക്രൂ ഇവിടെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളോയുടെ എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പോളോ വോൾസ്വാഗൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിൽ നല്ലപോലെ ഡസ്റ്റ് ഉണ്ട്, നല്ലപോലെ പൊടിയൊക്കെ ഇറങ്ങിയിട്ട് പണിയായിട്ടുണ്ട് ഗൈസ്. നോക്കി, ഇതൊക്കെ നല്ലപോലെ ഇതുണ്ട്. ഇതോടെ മാറ്റിയിട്ടിപ്പോൾ 1 മാസമായിട്ടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഒരു ആന്ധ്രാപ്രദേശൊക്കെ പോയിരുന്നു. 12,000 കിലോമീറ്റർ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും ഇത്രയും പൊടിയായി. പുതിയ ഇട്ടിട്ടാണ് ആ ഡ്രൈവ് ചെയ്തത്. ഓക്കെ, നല്ലപോലെ സ്ക്രാച്ചസ് ഉണ്ട്, നല്ലപോലെ പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ആണെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് പൊടി കാണുമെന്നറിയില്ല. കണ്ടതായി ഇത്ര പൊടി പോകുന്നുണ്ട്. എത്രത്തോളം എനിക്ക് പൊടി കാണുമെന്നറിയില്ല. നല്ലപോലെ പൊടിയുണ്ട് ഇതിൽ. എന്തായാലും ഇത് ചേഞ്ച് ചെയ്യണം. കാരണം ഇതിലൊക്കെ നല്ലപോലെ പൊടിയും പടലൊക്കെ ഇതിലുള്ള ഓരോന്നുണ്ട്. ഇതിലുള്ള നല്ലപോലെ പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ സമയം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വോൾസ്വാഗൻ പോളോയുടെ എയർ ഫിൽറ്റർ അയക്കാനും ചേഞ്ച് ചെയ്യാനും സിമ്പിളാണ്. കുറച്ചെങ്കിലും അറിയുന്ന തൊട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. അറിയാത്ത തൊട്ട് നേരെ സർവീസ് തന്നെയല്ലോ, ഏതെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി ചെയ്താൽ മതി. അപ്പോൾ എയർ ഫിൽറ്റർ കഴിച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല പൊടി പോലെ ഉണ്ടാവും. പൊടിക്കൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഡസ്റ്റ് ആയിട്ടുണ്ട്, ഫുൾ കച്ചറായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുണിയെടുത്ത് എയർ ഫിൽറ്റർ ഇടുന്നാക്കട്ടെ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ നല്ലതാണ്. ഇതിനുള്ളൊക്കെ പൊടിയുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്തതാണ്. ചെറിയൊരു നല്ല ഡസ്റ്റ് നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എയർ ഫിൽറ്റർ ഇതിൽ ഇടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേപോലെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ പൊടിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ അതേപോലെ വിട്ടാൽ നമ്മളത് സ്ക്രൂ ഒക്കെ നമ്മളതിൽ ഇത്രയും ഏറ്റായിട്ട് കഴിക്കാം. അപ്പോൾ കുറച്ച് ബേസിക് അറിയുന്നോട്ട് ഒട്ടും ചെയ്യാൻ ഞാൻ പറയുന്നത്, അറിയാത്തോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ കഴിക്കാം, എങ്ങനെ ചേഞ്ച് ചെയ്യാൻ അത്രയേ ഉള്ളൂ എന്നൊക്കെ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.